ശ്രീ കെ പി കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണക്കുന്നു. നന്ദി പ്രമേയം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ബഹുമാന്യനായ ഗവർണർ ഈ സഭയോടും കേരളീയരോടും കാണിച്ച നന്ദികേട് എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപനം ചരിത്ര പ്രസിദ്ധമാണ്. നയപ്രഖ്യാപനത്തിൻ്റെ ഒടുവിൽ ബഹുമാന്യനായ ഗവർണർ പറഞ്ഞതുപോലെ ഞാനത് വായിക്കുകയാണ്. നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്കോർക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരാഹ്വാനവും താക്കീതുമാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവനും മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്നതിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായി പോരടിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ശക്തികൾക്ക് നൽകുന്ന ഏറ്റവും കരുത്തുറ്റ ആഹ്വാനം കൂടിയാണ് എന്ന് നാം കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക് ദിനം നാം ആചരിച്ചത്. ആ ദിവസത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് കേരള ഗവൺമെൻറ് നയപ്രഖ്യാപനം എന്ന് കാണാൻ കഴിയും. അതൊരു കൃത്യമായും ഒരാഹ്വാനവും താക്കീതുമായിരുന്നു. ഈ നാട്ടിലെ മതനിരപേക്ഷ ശക്തികളോടുള്ള ആഹ്വാനവും രാജ്യത്തിൻ്റെ ഐക്യത്തെ എതിർക്കുന്ന സംഘപരിവാർ ശക്തികളോടുള്ള താക്കീതുമായി അത് മാറി. ഒരുപക്ഷെ ഇന്ത്യയിലെ നിയമസഭകളിൽ ഇന്ന് കേരളത്തിന് മാത്രമാണ് ഇത്തരമൊരു തത്വം ഉയർത്താൻ സാധിക്കുകയുള്ളൂ, ഒരാഹ്വാനവും താക്കീതുമായി എന്ന പ്രശ്നം കൂടി നാം കാണേണ്ടതുണ്ട്. രാജ്യത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ RSSന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം രാജ്യത്ത് നടപ്പിലാക്കുന്ന സാഹചര്യം വന്നുപോകുമോ എന്ന ആശങ്ക നാട്ടിലെ ജനങ്ങളിൽ മുഴുവനും ശക്തിപ്പെട്ടു വരുന്ന ഒരു ഘട്ടമാണിത്. ഭരണഘടന തന്നെ വെല്ലുവിളിച്ച് ഒരു മതരാഷ്ട്രമായി മാറ്റാൻ കേന്ദ്ര ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ നാം ഓരോരുത്തരും എവിടെ നിൽക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നത് വളരെ നിർണായകമാണ്. അത്തരമൊരു പരീക്ഷണ ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 22 എന്ന് നമുക്കെല്ലാം അറിയാം. അയോധ്യയിലെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയപ്പോൾ അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ പ്രശ്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് വിധത്തിലാണ് അവതരിപ്പിച്ചത് എന്നും നാം കണ്ടതാണ്. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും 22-ന് ശേഷമുണ്ടായ റിപ്പോർട്ടും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്ക് ആ കാര്യം ബോധ്യമാകും. ഒരു വോട്ട് പ്രതിഷ്ഠ എന്നാണ് ദേശാഭിമാനി പത്രം വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രാണഹത്യ എന്നാണ് ജനയുഗം പത്രം വിശേഷിപ്പിച്ചത്. ഇവ രണ്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖപത്രമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചില ശുദ്ധാത്മാക്കൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ് എന്ന് നാം കണ്ടതാണ്. ഇവിടെ ബാബരി മസ്ജിദ് അന്തസ്സായി മുസ്ലിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ നമ്മുടെ തിരുവനന്തപുരത്തെ MP വിശേഷിപ്പിച്ചത്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് അവിടെ സംസ്ഥാനത്ത് തന്നെ പൊതു അവധിയായി പ്രഖ്യാപിക്കുക മാത്രമല്ല PCC പ്രസിഡന്റിൻ്റെ മകനും മന്ത്രിയും നേരിട്ട് മുഖ്യ അതിഥിയായി അവിടെ പങ്കെടുത്ത കാഴ്ചയും നാം കണ്ടതാണ്. DK ശിവകുമാറിൻ്റെ വിശേഷണം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ മൗനത്തിലായിരുന്നു. യാതൊരു പ്രതികരണവും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ യഥാവസരത്തിൽ പ്രതികരിച്ചു. ഇന്ത്യ രാജ്യത്ത്
മുഖ്യമന്ത്രിമാരിൽ യഥാവസരം ഇക്കാര്യത്തിൽ പ്രതികരിച്ച ഏക മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്ന് കാണാൻ കഴിയും. ചരിത്രത്തിൽ നിന്ന് കോൺഗ്രസ് ഒന്നും പഠിക്കില്ല എന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടെ സഹപ്രവർത്തകന്മാരെല്ലാം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു, രാമക്ഷേത്രം രൂപപ്പെട്ടു എന്നാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ കോൺഗ്രസുകാർ വെച്ചിട്ടുള്ള ബോർഡ് എന്ന് നാം കാണേണ്ടതാണ്. രാഹുൽ ഗാന്ധി ആകട്ടെ 22-ാം തീയതി രാമക്ഷേത്രം അന്വേഷിച്ച് ആസാമിൽ മുഴുവനും ചുറ്റുകയായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഹനുമാൻ വേഷം കെട്ടി തെരുവോരങ്ങളിൽ തൻ്റെ മൃദുഹിന്ദുത്വ നാടകം കളിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ്. കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. മതനിരപേക്ഷത മരിച്ച ഇന്ത്യയിൽ കോൺഗ്രസിനൊരു സ്ഥാനവും ഉണ്ടാവില്ല. ആ തിരിച്ചറിവ് ഇപ്പോഴും കോൺഗ്രസിലില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ RSSലേക്ക് പോകും. സംഘപരിവാർ ശക്തികളെ മുഴുവനും സെനറ്റിലേക്ക് തിരികെ കയറ്റുന്നതിൽ തെറ്റില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഇതിലപ്പുറം നാം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന നിലപാടുകളാണ് അനുദിനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന ഒരു സംസ്ഥാനമേ ഇല്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അതിൻ്റെ ഫലമായി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നാം കേരളം നേരിടുന്നത്. ഇതിനെതിരെ ഒന്നിച്ച് ഒരു പ്രക്ഷോഭം നടത്താൻ, സമരം ചെയ്യാൻ, ഇനി അതൊന്നുമില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് അപ്പുറത്തുള്ളവരുടെ ഭാഗത്തുനിന്നും നാം കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വിധേയത്വം മാത്രമല്ല, ഈ കേരളത്തിലെ വോട്ടർമാർ പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ച നൽകിയതിലുള്ള വൈരാഗ്യം കൂടി പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്രത്തോടൊപ്പം ചേർന്നുകൊണ്ട്, RSSനോടൊപ്പം ചേർന്നുകൊണ്ട് ഏത് വിധത്തിലും ഈ കേരളത്തെ തകർക്കുക എന്ന മനോഭാവത്തിൻ്റെ ഭാഗമാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് കാണാൻ കഴിയും. ഈ രൂപത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത് സംഘപരിവാർ മുദ്രാവാക്യമല്ല, നരസിംഹറാവുവിൻ്റെ ലെഗസിയുമല്ല, ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും അബ്ദുൽ കലാം ആസാദിൻ്റെയും ലെഗസിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനവർ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് അവർ ആലോചിക്കേണ്ടതും എന്നാണ് പറയാനുള്ളത്. ആ നിലയിൽ കോൺഗ്രസ് പുറകോട്ട് പോകുമ്പോൾ കോൺഗ്രസ് തുടർച്ചയായി തകർന്നു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും മധ്യപ്രദേശത്തിലെയും എല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടും പാഠം പഠിക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇങ്ങനെ കേരളത്തിനെതിരായി എന്തൊക്കെ നടപടികൾ കേന്ദ്രത്തിൽ ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിലുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇവിടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, റെയിലിൻ്റെ കാര്യത്തിൽ, സ്കൂളുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യരംഗത്തൊക്കെ കേന്ദ്രം കടുത്ത അവഗണന കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ മാതൃകാപരമായ പരിപാടികളെയും K-ഫോൺ അനുവദിക്കില്ല, K-റെയിൽ അനുവദിക്കില്ല, തുരങ്കപാത അനുവദിക്കില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വായ തുറന്നാൽ കേൾക്കുന്നതെല്ലാം തന്നെ അനുവദിക്കില്ല എന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ അതായി മാറുമോ എന്നാണ് എനിക്ക് സംശയം. ഈ രൂപത്തിൽ കേരളത്തിലെ പഴയ കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കസേരയിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? മഹാനായ EMS, K. കരുണാകരൻ, AK ആന്റണി, EK നായനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി പ്രഗത്ഭമതികളിരുന്ന കസേരയാണ്. അവരുടെയൊന്നും ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ഒരു സംഘർഷഭൂമിയിൽ ചാടിയിറങ്ങിയ അനുയായികളോട് അക്രമത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത അനുഭവം നമുക്കൊരു കാലഘട്ടത്തിലും കാണാൻ കഴിയില്ല. നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംഘർഷ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ട് അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികൾക്ക് മുഴുവനും ആവേശം പകരുകയും അക്രമത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടു. എവിടെ എത്തി നിൽക്കുന്നു? യഥാർത്ഥത്തിൽ ഈ കേരളീയർക്കും ഈ സഭയ്ക്കും മുഴുവൻ അപമാനമുണ്ടാക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം കാണേണ്ടതുണ്ട്.
ഇവിടെ കർഷകരുടെ ആത്മഹത്യയെ സംബന്ധിച്ച് വിലാപകാവ്യം എഴുതുകയാണ് പ്രതിപക്ഷം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആവിഷ്കരിച്ച പുത്തൻ സാമ്പത്തിക നയവും അതിന്റെ നടപടികളുമാണ് അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സർ, ഒരു വാക്കും കൂടി. അത് മാത്രമല്ല, വിലത്തകർച്ച മാത്രമല്ല, സർഫാസി എന്ന് പറയുന്ന നിയമം അടൽ ബിഹാരി വാജ്പേയിയാണ് കൊണ്ടുവന്നത്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് കോമൺ മിനിമം പരിപാടിയിൽ സർഫാസി നിയമം പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. 5 വർഷവും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർഫാസി നിയമം നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ കർഷക ആത്മഹത്യയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന്റെ ജനവിരുദ്ധ കർഷക വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ അവസ്ഥ വന്നുവിട്ടത് എന്ന് കാണണം. മലയോര മേഖലകളിലുള്ള കർഷകരുടെ ദുരിതം പലപ്പോഴും ഇവിടെ സഭയിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ദുരിതത്തിലൂടെ ഒരു ഉത്തരവാദി നിങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനുഷ്യർക്ക് കൂടി വേണ്ടിയാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നത് എന്ന് കാണണം. പക്ഷേ നിങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിൽ 86-ൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന കേന്ദ്ര നിയമത്തിലായാലും തുടർന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൊണ്ടുവന്ന ഭേദഗതിയായാലും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെ വിസ്മരിച്ചുകൊണ്ട് കേവല പരിസ്ഥിതി വാദം കൊണ്ടുവന്നതിന്റെ ഫലമാണ് ഇന്ന് മനുഷ്യനൊരു സ്ഥാനവുമില്ല, മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും മാത്രം മുഖ്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ വന്നത്. മലയോര നിവാസികളുടെ ഈ കണ്ണീരിന് മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി കോൺഗ്രസ് തന്നെയാണ്. നിങ്ങൾ കൊണ്ടുവന്ന കേന്ദ്ര നിയമവും ചട്ടങ്ങളുമാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തെതിർത്താലും കേരളത്തിലെ എല്ലാ പരിപാടികളിലും, നവകേരള സദസ്സിലായാലും മനുഷ്യച്ചങ്ങലയിലായാലും യൂണിവേഴ്സിറ്റികളിലെ തെരഞ്ഞെടുപ്പുകളിലായാലും അതിലെല്ലാം തന്നെ വൻ വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു പുരോഗമന ജനാധിപത്യ ശക്തികൾ. ഇതൊന്നും കാണാതെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വിജയിക്കാനും പോകുന്നില്ല. കേരളം നിശ്ചയദാർഢ്യത്തോടുകൂടി നവകേരളം കെട്ടിപ്പടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണക്കുന്നു.